ഡാർക്ക് സീം വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ നമ്മൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ അവിടെ നിന്ന് റിട്ടേൺ പോരാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ താമരശ്ശേരി ചുരം കയറി ഒരു പകുതിയൊക്കെ കയറി പോകുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ടോപ്പിൽ നമുക്ക് വണ്ടി നിർത്താൻ പറ്റുമോ അറിയില്ല. ഫുള്ള് കൊറോണ ഇതൊക്കെ ആയതുകൊണ്ട് പോലീസുകാരൊക്കെ ഫുള്ള് തടഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ അറിയില്ല. അവിടെ നിന്നുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടെ ഉള്ളത് നമ്മുടെ മുസമ്മില് അതേപോലെ ആഷിക്ക്, അയ്യോ അടിപൊളി, അതേപോലെ നമ്മുടെ ഫൈമ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 4 പേരും കൂടിയാണ് കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള കുറച്ച് വ്യൂസ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ടേക്കാരം വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാ ഭാഗങ്ങളും വീഡിയോയിലൂടെ കാണണം. ഓക്കെ, ഇവിടുന്ന് പോകുമ്പോൾ അവിടെയുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാം നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് അടിപൊളി ഒരു വ്യൂ ഉണ്ട് ഇവിടെ തന്നെ സെറ്റായിട്ട്. ഇവിടെ തന്നെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ടോപ്പൊക്കെയാണ്, അവിടെയാണ് നമ്മൾ ഏറ്റവും ടോപ്പ്. അവിടെ ഇറങ്ങാൻ പറ്റുമെന്നറിയില്ല, പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ടോപ്പ് നമുക്ക് പോകാനുള്ളത് ഇവിടെ തന്നെ നല്ലൊരു വ്യൂ കാണാനുണ്ട്. ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേഘങ്ങളായിട്ടും ഫുള്ളായിട്ട് നല്ലൊരു ഭംഗിയുള്ള, നല്ല താഴ്ചയുള്ള സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ നമുക്ക് ഇവിടുന്ന് കാണുന്നത്. ഓക്കെ, പിന്നെ റോട്ടിലൊക്കെ കൂടുതൽ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ റോട്ടിൽ പോയിടത്തൊക്കെ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുന്ന് അവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത് ആ റോഡ്. അപ്പോൾ നമ്മൾ ഗോപ്രോക്ക് സൂമിങ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മളെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറി പോകുന്നത് കുറേ മേലെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് മുകളിലോട്ടുള്ള എല്ലാ വ്യൂസും ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരും. നിങ്ങൾ വീഡിയോ എല്ലാം കാണുക. ഓക്കെ, പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം. അവിടുന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. പിന്നെ സൺഡേ ആയതുകൊണ്ട് റോട്ടിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആളുകളൊക്കെ വന്നുകൊണ്ട് ഫാമിലിയും കാര്യങ്ങളൊക്കെ വിസിറ്റിങ്ങിനും കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ വയനാട്ടിൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ വീട്ടിലൂടെ കാണുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. മലകളും കുന്നുകളും പച്ചകളും ഒക്കെ നിന്നിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു മഴയുള്ള സമയമാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. ഇപ്പോൾ ഒരു വെയിലായതുകൊണ്ട് പച്ചകൾക്ക് കമ്മിയൊന്നുമില്ല, എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഇപ്പം നമ്മൾ ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഏറ്റവും നല്ല അടിപൊളി വ്യൂസ് കാണാൻ പറ്റുന്നൊരു ഏരിയ ആണ്. പക്ഷേ നമുക്കിവിടെ നമ്മുടെ കയ്യിൽ കാറായതുകൊണ്ട് ഇവിടെ സൈഡാക്കാൻ പറ്റില്ല, പോലീസുകാരൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂസ് കാണാൻ കഴിയത്തില്ല. സൈഡാക്കാൻ പറ്റുമോ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ സൈഡാക്കിയിട്ട് ഞാൻ ഇവിടുത്തെ വ്യൂസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂസാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. അതവിടെ പോലീസുണ്ട്, പോലീസ് വാഹനമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡാക്കാൻ പറ്റില്ല, സൈഡാക്കിയാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ സൈഡാക്കുന്നില്ല, സൈഡാക്കാതെ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഓക്കെ, ഇവിടെ വേറെ വണ്ടികളൊന്നും സൈഡാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ പോലീസുകാരുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ സൈഡാക്കിയിട്ട് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം എല്ലാവരും പോകല്. ഇവിടെ ഈ ഏരിയയിലൊക്കെ നല്ല വ്യൂസാണ്. മലകളായിട്ടും പല കളറിൽ, നീല കളർ, ബ്ലാക്ക് കളർ, പച്ച കളറുള്ള മലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി സീനറിനാണ് നമുക്ക് കാണുന്നത്. ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാക്കാൻ വേണ്ടി ഇവിടെയൊക്കെ പോലീസുകാർ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാതെ പോകാൻ വേണ്ടി, ഇവിടെ നിർത്താതെ പോകാൻ വേണ്ടി കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ വയനാട് ജില്ലയിലോട്ട് കയറുകയാണ്. വയനാട് ജില്ലയിലേക്ക് ഉള്ള വെൽക്കം ടു വയനാട് എന്ന ബോർഡർ കണ്ടു. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് നമ്മൾ വയനാട് ജില്ലയിലേക്ക് കയറി. ഇപ്പം ഞങ്ങൾ വയനാട് ടൗണിലല്ല, വയനാട് ജില്ലയിൽ കയറി. ഇപ്പോൾ വൈത്തിരി എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്ക്. നമുക്ക് ലൊക്കേഷൻ അതിൻ്റെ ഓണർ നമ്മൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, വാട്സപ്പ് വഴി അയച്ചു തന്നിട്ടുണ്ട്. ആ ലൊക്കേഷൻ നോക്കി പോയിക്കൊണ്ടിരിക്കണം. ഇനി ഒരു 20 കിലോമീറ്ററും പോയാൽ നമ്മളെ റിസോർട്ടിലേക്ക് എത്തും. അപ്പോൾ റിസോർട്ടിലേക്ക് നമ്മളെ വണ്ടി എത്തൂല, അവരൊരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓഫ് റോഡാണ്. അവിടെ അവർ വണ്ടിയുമായി വരും. അപ്പോൾ അവിടെ വരെ നമ്മൾ പോയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാം. വയനാട്ടിലുള്ള തേയിലത്തോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നല്ല അതിലേറെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള ഇല്ല എന്ന് തോന്നുമ്പോഴുള്ള നഷ്ടങ്ങൾ പറഞ്ഞാലും തീരില്ല.
വീഡിയോ എടുക്കുമ്പോ തന്നെ പറയാൻ വേണ്ടിട്ടാ. അതല്ല പറഞ്ഞിട്ടോ നമുക്ക് അവിടെ കൊടുക്കാം. ഇറക്കാത്ത ആരൊക്കെയാന്ന് പറയണ്ടി നമുക്ക് എല്ലാവർക്കും. നമുക്ക് ഒരാൾക്കില്ലേ രസമുള്ള സ്ഥലം എടുക്കുമ്പോൾ തന്നെ അപ്പോൾ ആ സ്ഥലം കഴിയും. ഇപ്പോൾ ഞങ്ങൾ റിസോർട്ടിലേക്കുള്ള റോഡ് ചൂരൽമല എന്ന റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ അവർ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിപ്പെടും. അപ്പോൾ ടൈം പറഞ്ഞ് 3 മണിയായിരുന്നു, ഇപ്പോൾ 4 മണിയായി. ലൈറ്റാണ്, 1 മണിക്കൂർ മുമ്പ് ലൈറ്റായി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല വാഹനങ്ങളുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നു. ഇതൊക്കെ കാണുന്ന മലകളൊക്കെ ആയിട്ട് കുന്നുകളും കോടകൾ ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് പോകുമ്പോഴുള്ള റൂട്ടിലൊന്ന് സൈഡാക്കിയാണ്ട് നമ്മളിവിടെയുള്ള വ്യൂസ് കാണാൻ വേണ്ടി സൈഡാക്കിയാണ്. ഇപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടില്ല. റിസോർട്ടിൽ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് മാപ്പിൽ കണ്ട് ഒരാഴ്ച തന്നെ ലൊക്കേഷന് നോക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന വണ്ടി ഇതാണ്. നിസാൻ്റെ സണ്ണി എന്ന വണ്ടിയിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. റിസോർട്ടിലേക്ക് എത്തിയിട്ടില്ല, റിസോർട്ട് നമ്മൾ ലൊക്കേഷൻ തന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ്. ഇവിടെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ട്, കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പിന്നെ വണ്ടിക്ക് മാറി പോയിട്ടുണ്ടാവും, റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടാവും, പിന്നെ വെയിറ്റിങ്ങിലായിരിക്കും. കുറേ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് നമ്മുടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബായ്.